നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ താല്പര്യമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും മൂന്നാറിലുള്ള കുളക്കുമലൈ. ഇവിടുത്തെ മെയിൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പ് സഫാരി തന്നെയാണ് കേട്ടോ. താഴെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഫുൾ ഓഫ് റോഡ് റോഡാണ്. ഏകദേശം ഒരു 14 കിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ സഞ്ചരിക്കണം മുകളിൽ വരെ എത്തുമ്പോൾ. അതിനകത്ത് ഒരു 8 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 ജീപ്പിനടുത്ത് ഇവിടെ ഉണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് മത്സരം പോലെയാണ്. ഓഫ് റോഡ് ട്രാക്കിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യണേ അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഓഫ് റോഡ് ഇവർ പെർഫോം ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ നിന്ന് കയറി പോകുന്നത്. അപ്പോൾ ഈ ചേസിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ഭയങ്കര അഡ്വഞ്ചറാണ്. ചില സമയങ്ങളിൽ നമുക്ക് വണ്ടിയിട്ട് കുലുക്കി നമ്മൾ മറഞ്ഞു ചാടാൻ പോകുന്ന രീതിയിലൊക്കെ നമുക്ക് പോകും. പക്ഷെ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ ചില ഇതിൽ. പക്ഷേ ഭയങ്കര കൺട്രോളാണ് ജീപ്പിൻ്റെ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്ഷനല്ലേ. പക്ഷെ നമ്മളോർക്കും മറയുമെന്ന്, പക്ഷേ മറയൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ഇങ്ങനെ അവരെടുത്തെടുത്ത് ഓരോ കുണ്ടിലും കുഴിയിലൊക്കെ ചാടിച്ച് ഇളകി മറിഞ്ഞിട്ടാണ് പോണത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ ആ ഒരു യാത്ര. അപ്പോൾ രാവിലെ തന്നെയാണ് കയറിയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്ത് കയറിയത്. അതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറച്ച് വീഡിയോയാണ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇറങ്ങിപ്പോണ ടൈമിൽ ഭയങ്കര പീക്കായിട്ടാണ് കേട്ടോ ജീപ്പ് ഇറങ്ങിപ്പോണത്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോ ഉണ്ട്. അത് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റാണ് വരുന്നത് ആ ഒരു വീഡിയോ. പിന്നെ അതിൻ്റെ കുളക്കുമല മുകളിൽ എത്തിക്കഴിയുമ്പോഴുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. പിന്നെ മുകളിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം, സൈഡിലൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരുപാട് ക്രൗഡൊക്കെ ഉണ്ടെങ്കിൽ തിക്കും തിരക്കും ഇല്ലാതെ മാറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ശ്രദ്ധിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല ഗൈസ്. പിന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അന്യ കാറ്റാണ്. ഇത് കണ്ടില്ലേ, ചുമ്മാ പറന്നു പോണ തരത്തിലുള്ള കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റും അതിനനുസരിച്ച് കോടയും. വരുന്നവർ ജാക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. ഞാൻ ജാക്കറ്റ് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ചുമ്മാ തണുത്ത് വിറയ്ക്കുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കണ്ടോ. താഴേന്ന് ഇങ്ങനെ കോട അടിക്കും. ഞങ്ങൾ കയറി വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുള്ളി മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കോടയായിരുന്നു. പിന്നെ ഈ മഴയുള്ള ടൈമായതുകൊണ്ട് ഞങ്ങൾക്ക് സൺറൈസ് കിട്ടിയില്ല. അത് ഭയങ്കര ഒരു നഷ്ടം തന്നെ ആയിപ്പോയി. പക്ഷേ ഇവിടുത്തെ സൺറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവർ പറയണ ഈ ബെസ്റ്റ് എവർന്നായല്ല കണ്ടവർ പറയുന്നത്. അമ്മാതിരി സെറ്റപ്പ് സൺറൈസാണ്. അപ്പോൾ ഒരു സൺറൈസ് പിടിക്കാൻ പാകത്തിന് വരുവാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ സെറ്റപ്പ്. പിന്നെ ഈ ഒരു പോർഷനിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് നമ്മളൊന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ താഴെയാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റും നല്ല വ്യൂവും. എല്ലാവരും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഒരുപാട് ആളുകളുണ്ട്. അത് തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നിൽക്കേണ്ട. ഇങ്ങനെ ക്രൗഡ് വരുമ്പോൾ നമ്മളിങ്ങനെ ഈ ഉന്തും തള്ളും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം താഴത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും. ഈ ഒരു സ്ഥലം നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമയിലൊക്കെ കണ്ടു കാണും. ഈ സിനിമയെന്ന് ഓർക്കണ്ടോ ഗൈസ്, നമ്മുടെ ആൻമരി കലിപ്പിലാണെന്നുള്ള പടത്തിൽ ദുൽഖർ സൽമാൻ ഓടി വരുന്നൊരു സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ആ ഒരു പടത്തിലുണ്ട് ഈ ഒരു സ്ഥലം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി വന്നപ്പോൾ നല്ല കോട, ഇങ്ങനെ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയായിരുന്നു. ആ ഒരു കോടയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സൈഡിൽ ഒക്കെ ചവിട്ടുമ്പോൾ കാലൊക്കെ ഇങ്ങനെ തെന്നിപ്പോവാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് കയറി വരാനൊക്കെ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂവും അടിപൊളി ഓഫ് റോഡ് സഫാരിയും ഒക്കെ ഒത്തിണങ്ങിയൊരു ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു ട്രിപ്പ് തന്നെയാണ് ഈ ഒരു കുളക്കുമല ട്രിപ്പ്. അത് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു ട്രിപ്പും കൂടെയാണ്.